പറന്നു പോ. സാറേ, സാറാണോ ഇതെടുത്ത് ഇവിടെ ഇട്ടത്? സാറേ, സാറേ കേക്കാമോ? സാറാണോ ഇതെടുത്ത് ഇവിടെ ഇട്ടതെന്ന്? അറിയാതെ വീണതാ ജോസേട്ടാ. ഇവന്റെ തലയ്ക്ക് വല്ല വട്ടുണ്ടോ? എന്താ ജോസേട്ടാ? വേറെ ആരെങ്കിലും തലയിൽ വീണിരുന്നെങ്കിലോ? അതല്ലേ പറഞ്ഞത്, അറിയാതെ വീണതാ, മനഃപൂർവ്വം അല്ല. ജോസേ, എന്തിന്റെ കാലത്ത് കിടന്ന് കയറണത്? എന്തൊരു പ്രശ്നം? ഗുഡ് മോർണിംഗ് സാർ. മുൻ ജിയിലെ സാറിന്റെ കയ്യിൽ നിന്നൊരു തണ്ണിമത്തൻ താഴെ വീണ് ചെതറിയതാ. ഈ ബാച്ചിലേഴ്സിന് ഫ്ലാറ്റ് കൊടുത്ത ഇതാ പ്രശ്നം. താൻ അവിടെ കിടന്ന് ഒച്ച വെക്കാതെ അത് ക്ലീൻ ചെയ്യാൻ നോക്ക്. ക്ലീനിങ്ങിനുള്ള അമ്മച്ചി എത്തിയിട്ടില്ല, കുറച്ച് കഴിയും, വന്നോടനെ ഞാൻ ചെയ്യിക്കാം. അവര് വരാനൊന്നും കാത്തു നിൽക്കണ്ട, നീ തന്നെ അങ്ങ് ചെയ്താ മതി. സാറേ, എടോ തനിക്ക് പറ്റൂലേ? പറ്റൂല പറയടോ, ഞാൻ വന്ന് ചെയ്യാം. മനസ്സിലടാ മോക്രി. എന്തിടെ ഞാൻ ചെയ്യാം സാറേ. എല്ലാ ജോലിയും എന്റെ തലയിൽ. അങ്ങനെ ഒരു അടിപൊളി മോർണിംഗ് ആണെന്ന് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ശിവ. നമ്മൾ ഇന്ന് എല്ലാവരും ചേർന്ന് ഈ ഷോ അടിച്ച് പൊളിക്കാൻ പോവാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കുറെ സൂപ്പർ ആയിട്ടുള്ള ഗാനങ്ങൾ ഇന്ന് ലൈനിലുണ്ട്. പക്ഷെ ആദ്യത്തെ ഗാനം പ്ലേ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കപ്പ് കോഫിയോ ചായയോ കയ്യിലെടുക്കുക. എടുത്തിരിക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ശുഭദിനം. And let's start the morning show. ശുഭമുഹൂർത്തം 9:10. ഓക്കെ. മലയാള സിനിമയിലെ മഹാരഥർ പലവട്ടം എടുത്തണിഞ്ഞ വേഷങ്ങൾ വ്യത്യസ്തമായ ശൈലിയിൽ അവതരിപ്പിച്ച് തിരശീലയിൽ തന്റെ മുഖമുദ്ര പതിപ്പിച്ച യുവതലമുറയിലെ താരോദയം. ദുഃഖവും പരിഹാസവും അമർഷവും ഉൾവ്യഥയും സംഘർഷവും ഒക്കെ ഞൊടിയിടയിൽ മിന്നിമറയുന്ന മുഖഭാവങ്ങൾ. ഒന്നും പറയാതെ തന്നെ ഒരു കടലോളം കാര്യങ്ങൾ പ്രേക്ഷക മനസ്സിലേക്ക് എത്തിക്കുന്ന മികവിനുടമ. അതിന് അതിരറ്റ സ്വയം സമർപ്പണം അനിവാര്യമാണ്. അതാണ് ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. And the Academy Award for the Best Actor goes to Sidhin Pujapura. Thank you. Thanks to the Academy for this award. എല്ലാ നോമിനീസും വളരെ നല്ലതായിരുന്നു. ഓരോരുത്തരുടെയും പെർഫോമൻസ് വളരെ മികച്ചു നിന്നു. ഇതിനാരോടാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം നന്ദി പറയാൻ അങ്ങനെ ആരും ഇല്ലല്ലോ. എന്തിനു നന്ദി പറയണം? ഒന്നും നടന്നില്ലല്ലോ. പക്ഷേ ഇന്ന് തീർച്ചയായും നടക്കും. അറ്റ്ലീസ്റ്റ് ഇതിൽ നീ തോക്കാൻ പാടില്ല. സിദിൻ, നിന്റെ ജീവിതത്തിലെ തോൽവികളെല്ലാം കഴിഞ്ഞു. ഒരു സാധാരണ ജീവിതത്തിന്റെ ബ്രഹ്മാണ്ഡമായ അന്ത്യം. ആ അന്ത്യത്തിന് ഈ ഫ്ലാറ്റിലെ എല്ലാവരും സാക്ഷികളാവട്ടെ. എടാ, ജീവിച്ചിരിക്കുമ്പോ നിന്നെ 4 പേര് കണ്ടില്ലെങ്കിൽ ചാവുമ്പോഴെങ്കിലും കാണട്ടടാ. എന്തു പറയുന്നു? അടിപൊളി അടിപൊളി. സാറ് വേറെ ലെവലാ. അവസാനം സിനിമയിൽ ചാൻസ് കിട്ടിയല്ലേ? കലക്ക ഡയലോഗ് ആണല്ലോ.
നല്ല റോളാ. തനിക്ക് വന്ന ഡോർ തട്ടിക്കൂടെ? സാറ് ഡയലോഗ് പഠിച്ചോണ്ടിരുന്നോണ്ട് തട്ടാത്തതാ. പക്ഷെ അഭിനയം പോളി സാധനം. എന്തിനാ വന്നേ? അത് ഈ മാസം ബൈക്ക് കഴിയ പൈസ സാറ് തന്നില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. നിക്ക്. ഓ സാറ് വിഷുവിനും പണിയൊന്നും തന്നില്ല. അതുകൂടെ കിട്ടിയിരുന്നെങ്കിൽ. അല്ല ജോസേട്ടാ, വിഷു എപ്പോഴായിരുന്നു? 5 മാസായി. 5 മാസമായിട്ട് ഞാൻ എന്താ പറയുന്നേ? 5 മാസമായിട്ട് സാർ ഇതുവരെ ഒന്നും പറയുന്നില്ലല്ലോ. അതിനെ കുറിച്ച് എനിക്ക് ഇപ്പോഴും ഒന്നും പറയാനില്ല. എനിക്കറിയാനില്ല. ജോസേട്ടാ. സാറ് ചുമ്മാതല്ല. പോ സാറേ. ഇത് വെച്ചോ. കഴിഞ്ഞ വിഷു, ഈ ഓണം, ഈ ക്രിസ്മസ്, ഇനി വരാൻ പോകുന്ന വിഷു, എല്ലാത്തിനും ഉണ്ട്. പോയി സന്തോഷമായിട്ട് കളിക്കാ സാറേ. കളിച്ചു, ഒരുപാട് കളിച്ചു, മതിയായി. ഇനി എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. സാറ് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഇത്രയും വലിയ ഡയലോഗ് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി സാറേ. എന്ത്? സാറിന് ഏതോ വലിയ റോള് കിട്ടിയെന്ന്. അല്ലെങ്കിൽ തന്നെ ലക്ഷപ്രഭുക്കൾക്ക് എന്തിനാണ് അല്ലേ സാറേ ഈ ആയിരങ്ങൾ? സാർ ഇവിടുന്ന് ഒരു വലിയ വീട്ടിലേക്ക് മാറുകയാണെങ്കിലും എന്നെ മറക്കല്ലേ സാറേ. ജോസേട്ട എന്നെ മറക്കാതിരുന്നാ മതി. ഞാൻ മറക്കൂല സാറേ. ഇവിടെ ഉള്ളവരെല്ലാം പിച്ചക്കാരാണ് സാറേ. 50 രൂപ എന്നിട്ട് 5 ലക്ഷത്തിന്റെ എഫക്റ്റാ. സാറിന്റെ ഈ മനസ്സ് ഇവിടെ ഉള്ളവർക്കുണ്ടായിരുന്നെ ഞാൻ എന്നേ രക്ഷപ്പെട്ടു പോയനെന്നറിയൂ. എനിക്കൊരു കാര്യം ചെയ്തു തരൂ. എന്താ സാറേ? ആ തണ്ണിമത്തം വീണ സ്ഥലമില്ലേ, അവിടെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി. അതിപ്പോ ഞാൻ വൃത്തിയാക്കിയതേ ഉള്ളൂ സാറേ. നന്നായിട്ട് വൃത്തിയാക്കിയോ? നന്നായി വൃത്തിയാക്കിയോ എന്ന് ചോദിച്ചാൽ ഒന്നുകൂടെ വൃത്തിയാക്കാം. അവിടെ ഫിനോയിലോ ലോഷനോ എന്തെങ്കിലും ഒഴിച്ച് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിടണം. ഒരു കാര്യമുണ്ട്, അതാ. എന്താ സാറേ? ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട, പറയുന്നത് ചെയ്. തനിക്ക് ചെയ്യാൻ പറ്റൂല്ലയോ? പറ്റും സാർ. എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തിരിക്കും. അവിടെ ഞാൻ നല്ല വൃത്തിയാക്കി മുട്ടായി പോലെ ആക്കിയിടാം. സാറിന് ഇനി എന്തെങ്കിലും വലിച്ചെറിയണമെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞിട്ട് വേണം. എനിക്കൊന്ന് തയ്യാറായിട്ടിരിക്കാമല്ലോ. ഓ, ഇതിന് തന്നെ ആ കാർന്നോരെന്നെ പറയാനൊന്നും വെച്ചിട്ടില്ല. ആര്? ആ നീലമേഘം. ഇനി എന്തെങ്കിലും വലിച്ചെറിയണോ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ശരി, അപ്പൊ ഞാൻ വരട്ടെ സാർ. ഇനി വരണ്ട, ചേട്ടാ പൊക്കോ. ഓ പോവാ. എന്താണ് പ്രശ്നം? തന്നോട് ഞാൻ ഒരു ജോലിയല്ലേ ചെയ്യാൻ പറഞ്ഞുള്ളൂ. ഇതേ നോക്ക്, പാല് മുഴുവൻ തിളച്ചുപോയി. വേണ്ട. അയ്യോ, തേങ്ങ തിരുമ്മിക്കൊണ്ടിരുന്നപ്പോ ഞാൻ അതങ്ങ് മറന്നുപോയി. ദേഷ്യപ്പെടുമ്പോ എന്റെ ലക്ഷ്മിക്കുട്ടിയെ കാണാൻ എന്ത് ഭംഗിയാ. മര്യാദക്ക് ഇത് തുടയ്ക്ക്. എനിക്ക് ഇപ്പൊ ചായ വേണം. ആരതി അമ്മ ചായ എന്ന് പറഞ്ഞ ഇപ്പൊ ഇങ്ങോട്ട് വരും. 2 പേർക്കും ചായ. ഇന്നൊരു ദിവസം നീട്. നിന്റെ കയ്യിൽ നിന്ന് ചായ കുടിച്ചിട്ട് എത്ര നാളായി? ശരി, ഞാനിന്ന് ചായ ഇടാം. നീല പോയി ടോയ്ലറ്റ് കളിക്കേ. ഞാനോ? ഗിരിജ വരൂല്ലേ? അവിടെ അടുത്ത് പറ, ഞാൻ ഓഫീസിൽ പോകാൻ കുളിച്ചു. ഇന്ന് ഗിരിജ വരൂല്ല. അപ്പൊ ശരി, എന്നാ നാളെ കഴുകാൻ പറ. നാളെ ഗ്രില്ല് ഷെൽഫ് എല്ലാം ക്ലീൻ ചെയ്യണം അവൾക്ക്. ഒരുപാട് ജോലിയുണ്ട്. ഇന്ന് ഞാൻ ടോയ്ലറ്റ് കഴുകാന്ന് വിചാരിച്ചതാ. നീ എന്നോട് ചായ ഇടാൻ പറഞ്ഞില്ലേ? ഞാൻ ചായ ഇടാം. നീ പോയി ടോയ്ലറ്റ് കഴുകുന്നില്ല. ഹലോ, സെക്രട്ടറി നീലമേഘ സ്പീക്കിംഗ്. സെക്രട്ടറി സാറേ, ഞങ്ങളുടെ ഫ്ലോറിലെ ട്യൂബ് ലൈറ്റ് മാറ്റാൻ കഴിഞ്ഞ ആഴ്ചത്തെ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞതാ. ഒരു ട്യൂബ് ലൈറ്റ് മാറ്റാൻ സാറിന് ഇത്രയൊക്കെ ദിവസം വേണം? ഞാനേ ഇപ്പൊ ഒരു അത്യാവശ്യ കാര്യം ഇവിടെ ചെയ്തോണ്ടിരിക്കുക സാറേ. അത് മാത്രല്ല, ചെയ്യാന്ന് പറഞ്ഞ പല കാര്യങ്ങളും സാർ ഇതുവരെ ചെയ്തിട്ടില്ല. ഈ ടെറസിന്റെ മുകളിലെ പഴയ ടയറിന്റെ ചെടിച്ചട്ടിയിൽ വെള്ളം നിറഞ്ഞ് അതിൽ കൊതുക് മുട്ടിട്ട് പെരുകി കൊതുകടിയോണ്ട് ഈ ഫ്ലോറിൽ ആർക്കും നിൽക്കാൻ വയ്യ. ഇവിടെ പ്രായമായ ആളുകളും കുട്ടികളൊക്കെ ഉള്ളതാ. ഇപ്പോഴും കടിച്ചൊരു കൊതു. സെക്രട്ടറി എന്ന് പറഞ്ഞ് വെറുതെ നടന്നാ പോരാ, ജോലി ചെയ്യണം. അതെ, ഒരല്പം കൂടി ഡീസന്റ് ആയിട്ട് സംസാരിക്കണം. ഡിലേ ആയി, അതൊക്കെ ശരി തന്നെയാ. അതിനിങ്ങനെ റേസ് ആകേണ്ട ഒരു കാര്യവും ഇല്ല. ഒരു കാര്യം ഞാൻ പറയാം. 3 മാസമായി നിങ്ങൾ മെയിൻ്റെനൻസ് തന്നിട്ട്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ പോലെ കുറച്ച് പേരൂടെ ഇവിടെ ഉണ്ട്. എല്ലാരും കറക്റ്റ് ആയിട്ട് മെയിൻ്റെനൻസ് തന്നാലേ എനിക്കിത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം പൈസ ചെലവുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇങ്ങനെ വിളിച്ചൊച്ച വെക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ സെർവൻ്റ് ഒന്നും അല്ല. വളരെ തിരക്കുള്ള ഒരു വ്യക്തിയാ ഞാൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുകയെന്ന് ആദ്യമേ പറഞ്ഞു. കൈയും കാലും ഇവിടെ ഒടിഞ്ഞിട്ട് നേരെയില്ല. ഇതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ട് ഞാൻ സമയം കണ്ടെത്തിയില്ലേ? സോ റെസ്പെക്ട് തരാൻ പഠിക്കണം. നിങ്ങൾ മെയിൻ്റെനൻസ് ആദ്യം അടച്ചു തീർക്ക്. ഇനി വിളിച്ച് ഇങ്ങനെ ഒച്ച വെക്കരുത്. ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നോ? ഞാൻ വരുമ്പോ കക്കൂസ് വൃത്തിയായില്ലെങ്കിലാണ് 24 മണിക്കൂർ അസോസിയേഷൻ 10,000 കാര്യങ്ങൾ. കക്കൂസ് കഴുകല ഇമ്പോർട്ടന്റ് ജോലി.